ഡൽഹിയിൽ 7 എ.പി. എംഎൽഎമാർ രാജിവെച്ചു. സീറ്റ് നിഷേധിക്കപ്പെട്ടവരാണ് രാജിവെച്ചത്. പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് രാജിവെച്ച എംഎൽഎമാർ പറഞ്ഞു. വോട്ടെടുപ്പിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് എംഎൽഎമാരുടെ രാജി. വോട്ടെടുപ്പിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് 7 ആം ആദ്മി പാർട്ടി എംഎൽഎമാർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്, പാർട്ടി വിട്ടിരിക്കുന്നു. തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇത് തിരിച്ചടി തന്നെയാണ്. കാരണം വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ചയാക്കാൻ പ്രത്യേകിച്ച് ബി.ജെ.പിയും ഒക്കെ തന്നെ ആയുധമാക്കിയേക്കും. ഏതായാലും 7 പേർ, ഈ രാജിവെച്ച 7 പേരും ഇത്തവണ സീറ്റ് നൽകിയിരുന്നില്ല ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് അവർ രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തവണ വലിയ തോതിലുള്ള ആം ആദ്മി പാർട്ടി ഭരണവിരുദ്ധ വികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തവണ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. 20 എംഎൽഎമാർക്ക് ഇത്തവണ സീറ്റ് നൽകിയിരുന്നില്ല. പല എംഎൽഎമാരെയും ഇത്തവണ മാറ്റി പരീക്ഷിച്ചു. പ്രത്യേകിച്ച് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ ഇത്തവണ മണ്ഡലം മാറ്റി പരീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും രാജിവെച്ച എംഎൽഎമാർ: 1 നരേഷ് യാദവ് മെഹ്റോളിൽ നിന്നുള്ള എംഎൽഎ ആണ്. 2 രോഹിത് കുമാർ ത്രിലോക്പുരിയിൽ നിന്നുള്ള എംഎൽഎ ആണ്. 3 രാജേഷ് ഋഷി ജനക്പുരിയിൽ നിന്നുള്ള എംഎൽഎ ആണ്. മദൻലാൽ കസ്തൂർബ നഗറിൽ നിന്നാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. പവൻ ശർമ്മ ആദർശ് നഗറിന്റെ പ്രതിനിധിയായിരുന്നു. ഭാവനഗൌഡ് പാലത്ത് നിന്നുള്ള ജനപ്രതിനിധിയാണ്. BS ടൂൺ ബിജ്വാസൻ എന്നുള്ള എംഎൽഎ ആണ്. ഇങ്ങനെ 7 പേരാണ് രാജിവെച്ചിരിക്കുന്നതിൽ പാലം എംഎൽഎ ഭാവനഗൌഡ് കെജ്രിവാൾ നൽകിയിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വലിയ നിരാശയുണ്ട്. തങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നരേഷ് യാദവ് ആകട്ടെ ഇത്തവണ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മതനിന്ദയുമായി ബന്ധപ്പെട്ട കേസിൽ പഞ്ചാബ് കോടതി 2 വർഷത്തേക്ക് നരേഷ് യാദവിനെ ശിക്ഷിച്ചു. ഇതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് അവിടെ മഹേന്ദ്ര ചൗധരിയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഏതായാലും നരേഷ് യാദവും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അഴിമതിക്കെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയത്തിൽ വന്നത്. പക്ഷേ നേതാക്കൾ തന്നെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു എന്ന വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ മനീഷ് സിസോദിയും അടക്കമുള്ള നേതാക്കൾ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ട്. അതാണ് നരേഷ് യാദവ് ഏതായാലും ചൂണ്ടിക്കാണിക്കുന്നത്, വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ഈ എംഎൽഎമാരുടെ രാജി ബി.ജെ.പിയും കോൺഗ്രസും അടുത്ത ദിവസങ്ങളിൽ പ്രചാരണ വിഷയമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഡൽഹി രാഷ്ട്രീയം വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ കലങ്ങി മറിയുകയാണ്. പുതിയ വിവാദങ്ങൾ, പുതിയ വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്.